ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 10 ക്വസ്റ്റ്യൻസ് വേൾഡ് ഹിസ്റ്ററിയിലാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 21. Which one of the following events is related to the Second World War period? 1939 to 1945. Moroccan crisis, Zimmermann telegram, Operation Barbarossa, the Berlin blockade. സോ താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്? ലോകത്ത് ഞെട്ടിച്ച് 2 യുദ്ധങ്ങളുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ട്, സെക്കൻഡ് വേൾഡ് വാർ ഉണ്ട്. ഈ ഇൻസിഡൻസിൽ ഏതാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നടന്നത്? സോ സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറിലുള്ള പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ഏതാണ് ഈ കൂട്ടത്തിൽ? സോ ഇവിടെ ഫസ്റ്റ് മൊറോക്കൻ ക്രൈസിസ്. മൊറോക്കൻ ക്രൈസിസ് ഉണ്ടായത് 1912-ലാണ്. നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം പഠിക്കുന്ന സമയത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഉണ്ടായ കുറച്ച് ക്രൈസിസുകളെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, മൊറോക്കൻ ക്രൈസിസ്, ബാൾക്കൻ ക്രൈസിസ് തുടങ്ങിയ കുറച്ച് ക്രൈസിസുകളെ പറ്റി പഠിക്കാനുണ്ട്. മൊറോക്കൻ ക്രൈസിസ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫാക്ടേഴ്സിൽ ഒന്നാണ്. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് മൊറോക്കൻ ക്രൈസിസ്. അതായത് മൊറോക്കോ എന്നുള്ളത് ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. സോ ഈ മൊറോക്കോ എന്ന് പറയുന്ന കോളനി ആക്ച്വലി ജർമ്മനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി മൊറോക്കോയിലേക്ക് ഒരു പടക്കപ്പൽ അയക്കുന്നുണ്ട്, ഒരു യുദ്ധക്കപ്പൽ അയക്കുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഫ്രാൻസ് അതിനെ എതിർക്കാനും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഒരു യുദ്ധ സമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് മൊറോക്കൻ ക്രൈസിസ്. ഓക്കെ, സോ മൊറോക്കൻ ക്രൈസിസ് ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ് ആണ്. ഓപ്ഷൻ ബി, സിമ്മർമാൻ ടെലിഗ്രാം. ഈ സിമ്മർമാൻ പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ അമേരിക്ക കീഴടക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഇതാക്കും, അമേരിക്ക അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു ടെലിഗ്രാം മെസ്സേജ് ഉണ്ട്. അതാണ് സിമ്മർമാൻ പ്ലാൻ. അപ്പൊ സിമ്മർമാൻ പ്ലാനും ഒന്നാം ലോകവുമായി ബന്ധപ്പെട്ട കാര്യം. മൊറോക്കൻ ക്രൈസിസും സിമ്മർമാൻ പ്ലാനും രണ്ടും എന്താണ്? ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓപ്പറേഷൻ ബർബോസ. ഓപ്പറേഷൻ ബർബറോസയുടെ പ്രത്യേകത ജർമ്മനി റഷ്യ കീഴടക്കാൻ വേണ്ടി കൊണ്ടുവന്ന സൈനിക ഓപ്പറേഷൻ നൽകിയിരുന്ന പേരാണ് ഓപ്പറേഷൻ ബർബോസ. ഓക്കെ, റഷ്യ കീഴടക്കാൻ വേണ്ടി ഹിറ്റ്ലർ കൊണ്ടുവന്ന സൈനിക ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബർബോസ. സോ ഓപ്പറേഷൻ ബർബോസ രണ്ടാം ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി, ഓപ്പറേഷൻ ബർബോസയാണ്. ദെൻ ദ ബെർലിൻ ബ്ലോക്കേഡ്. ബെർലിൻ ബ്ലോക്കേഡ് 1948-ലാണ് സംഭവിക്കുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ ഈസ്റ്റ് ജർമ്മനി ആയിട്ടും വെസ്റ്റ് ജർമ്മനി ആയിട്ടും ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതായത് ജർമ്മനിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബെർലിന്റെ ഒരു സൈഡ് വെസ്റ്റേൺ ജർമ്മനിയും മറുഭാഗം ഈസ്റ്റേൺ ജർമ്മനിയാണ്. അതായത് ഈസ്റ്റേൺ ജർമ്മനിയിൽ സോവിയറ്റ് യൂണിയനും വെസ്റ്റേൺ ജർമ്മനിയിൽ അമേരിക്കയും എന്ത് ചെയ്തു? അധീശത്വം പ്രാപിച്ചു. സോ അങ്ങനെ ജർമ്മനിയെ രണ്ടായി ഡിവൈഡ് ചെയ്ത, അല്ലെങ്കിൽ ബെർലിൻ നഗരത്തെ രണ്ടായി ഡിവൈഡ് ചെയ്ത ആ ഒരു സംഭവമാണ് ബെർലിൻ ബ്ലോക്കേഡ്. ബെർലിൻ ബ്ലോക്കേഡ് ഉണ്ടായത് 1948-ലാണ്. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ച കാര്യമാണ്. കോൾഡ് വാറിന്റെ സമയത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ മൊറോക്കൻ ക്രൈസിസും സിമ്മർമാൻ പ്ലാനും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്തും ബെർലിൻ ബ്ലോക്കേഡ് കോൾഡ് വാറിന്റെ സമയത്തുമാണ് സംഭവിച്ചത്. പക്ഷെ ഓപ്പറേഷൻ ബർബോസ രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് നടന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിംഗ് പേയേഴ്സ്: ഐഡിയാസ്, ഐഡിയോളജി. നാറ്റോ, ക്യാപിറ്റലിസം. സീറ്റോ, കമ്മ്യൂണിസം. നാം, നിയോ കൊളോണിയലിസം. ഓട്ടോർക്കി, ഇന്റർനാഷണൽ ട്രേഡ്. Which of the pairs given above is correctly matched? 1, 2, 3, 3 and 4, 1 only, 2 and 4. പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ. ആ ആശയങ്ങൾ ഏത് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോ വാട്ട് ഈസ് നാറ്റോ? നാറ്റോ സ്റ്റാൻഡ്സ് ഫോർ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, ഈ നാറ്റോ എന്നുള്ളത് സോവിയറ്റ് യൂണിയനെ ചെറുക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന ഒരു അന്താരാഷ്ട്ര സൈനിക ഉടമ്പടിയാണ് നാറ്റോ. ഓക്കെ, അതായത് കോൾഡ് വാറിന് സമയത്ത് റഷ്യയെ പ്രതിരോധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന ഒരു മിലിറ്ററി ട്രീറ്റിയാണ് നാറ്റോ. ഓക്കെ, ഈ നാറ്റോ പ്രധാനമായിട്ടും ക്യാപിറ്റലിസമാണ് പ്രൊമോട്ട് ചെയ്തത്. കാരണം അമേരിക്കയും സഖ്യകക്ഷികളും ക്യാപിറ്റലിസമാണ് പ്രൊമോട്ട് ചെയ്തത്. സോവിയറ്റ് യൂണിയൻ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ആണ് പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ നാറ്റോ എന്നുള്ളത് ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട ആശയമാണ്. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ സൈനിക ഉടമ്പടിയാണ് നാറ്റോ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദെൻ അമേരിക്ക നാറ്റോ മാത്രമല്ല, നാറ്റോ അതേപോലെ സീറ്റോ അതേപോലെ സെന്റോ 3 പ്രധാനപ്പെട്ട മിലിറ്ററി എഗ്രിമെന്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നാറ്റോ, സീറ്റോ, സെന്റോ. ഓക്കെ, അപ്പൊ സീറ്റോ എന്നുള്ളതും എന്താണ്?
ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട മിലിറ്ററി അഗ്രിമെന്റ് ആണ്. സോ സീറ്റോ കമ്മ്യൂണിസവുമായി യാതൊരു ബന്ധവുമില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാറ്റോ ആയാലും സീറ്റോ ആയാലും സെന്റോ ആയാലും അത് മൂന്നും ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്. അപ്പൊ ഒന്ന് ശരി, രണ്ട് തെറ്റ്. അടുത്ത നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലോകത്ത് രണ്ട് പ്രധാനപ്പെട്ട ചേരികളുണ്ട്. ഒന്ന് അമേരിക്കൻ ചേരിയുണ്ട്, ക്യാപിറ്റലിസ്റ്റ് ചേരിയുണ്ട്, സോവിയറ്റ് യൂണിയന്റെ ചേരിയുണ്ട്, അഥവാ കമ്മ്യൂണിസ്റ്റ് ചേരിയുണ്ട്. അപ്പൊ ഇന്ത്യ പോലെയുള്ള ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങള് ഈ രണ്ട് ചേരിയിലും ചേർന്നില്ല. ഒരു ചേരിയിൽ ചേർന്ന് അമേരിക്കയുടെ കൂടെ ചേർന്ന് അമേരിക്ക പറയുന്ന പോലെ കേൾക്കണം, റഷ്യയുടെ ചേരി ചേർന്ന് റഷ്യ പറയുന്ന പോലെ കേൾക്കണം. അപ്പൊ നമ്മൾ ഇത്രയും കാലം ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നേടിയെടുത്ത് നമ്മുടെ പരമാധികാരത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടിയറവ് പറയേണ്ടി വരും. അപ്പൊ ഇന്ത്യ പോലെയുള്ള ചില മൂന്നാം ലോക രാജ്യങ്ങൾ ഈ രണ്ട് ചേരിയിലും ചേരാതെ സ്വന്തമായ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേരാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അഥവാ നാം, ചേരിചേര പ്രസ്ഥാനം എന്ന് പറയും. ഓക്കെ, അപ്പൊ ചേരിചേര പ്രസ്ഥാനം എല്ലാവിധ കൊളോണിയലിസത്തിനെതിരെയും എല്ലാവിധ ചൂഷണങ്ങൾക്കെതിരെയും ഇമ്പീരിയലിസത്തിനെതിരെയുമാണ്. സോ സ്വന്തം കിട്ടിയ ഈ രാജ്യങ്ങൾക്ക്, ഈ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം നൽകുക എന്നുള്ളതായിരുന്നു നാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നാം നിയോ കൊളോണിയലിസം, ആധുനിക കൊളോണിയലിസം പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കൊളോണിയലിസത്തെ എതിർത്ത സംഘടനയാണ് നാം. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്ത ഓട്ടാർക്കി. ഈ ഓട്ടാർക്കി എന്ന് പറഞ്ഞാല് ഏറെക്കുറെയൊക്കെ ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന നോർത്ത് കൊറിയ ഒരു ഓട്ടാർക്കി കൺട്രിയാണ്. വിച്ച് മീൻസ് പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതായത് പുറം ലോകവുമായിട്ട് ട്രേഡുകളോ വ്യാപാരങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവർ അവിടെ ഉത്പാദിപ്പിക്കും. പുറം ലോകവുമായിട്ട് വലിയ കോണ്ടാക്ടുകളോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, പുറം രാജ്യങ്ങളുമായിട്ട് കച്ചവടമൊന്നുമില്ല. സോ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും കാര്യമായിട്ടില്ല. ഓക്കെ, അത്തരം രാജ്യങ്ങൾക്കാണ് ഓട്ടാർക്കി എന്ന് പറയാം. സോ ഓട്ടാർക്കി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡ് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ അല്ലെ? സോ ഇന്റർനാഷണൽ ട്രേഡുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളാണ് ഓട്ടാർക്കി. മനസ്സിലായാലോ? ക്ലിയർ ആയാലോ? അപ്പൊ നാറ്റോ ക്യാപിറ്റലിസം പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അത് ശരിയാണ്. സീറ്റോ അതും ക്യാപിറ്റലിസം ആണ്, കമ്മ്യൂണിസം അല്ല. നാം നിയോ കൊളോണിസത്തിനെതിരെയാണ്, ഓട്ടോർക്കി ഇന്റർനാഷണൽ ട്രേഡിനെതിരെയാണ്. അപ്പൊ 2, 3, 4 തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഏക പേര് ഓപ്ഷൻ സി, വൺ ഓൺലി. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. The process of victory of anti-colonial struggles and achievement of freedom by colonies came to be known as decolonization. 2. These struggles were won only by means of force and violence. 3. Anti-colonial struggles achieved their first success in Africa and then in Asia. Which of the statements you know boys are correct? 1 and 2 only, 1 only, 1 and 3 only, 1, 2, 3. So വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു സാധനമാണ് കൊളോണിയലിസം, അതേപോലെ തന്നെ ഡീകൊളോണിയലിസം. ഓക്കെ, സോ കൊളോണിയലിസം അതേപോലെ ഡീകൊളോണിയലിസം എന്ന് പറയുന്ന ഒരു ഏരിയ വന്ന ചോദ്യമാണ്. സോ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ, അഥവാ കോളനി വൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രി, ഒരു അധീശത്വ കൺട്രി വന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സ്ഥലം എന്താക്കുക? പിടിച്ചെടുത്ത് അവിടെ കോളനിയാക്കി മാറ്റുക. അതാണ് കോളനൈസേഷൻ. ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കോളനികൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നോക്കൂ. The process of victory of anti-colonial struggles and achievement of freedom by colonies came to be known as decolonization. ശരിയാണ്. എന്താ? ആന്റി കൊളോണിയൽ സ്ട്രഗിൾ, കൊളോണിയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീകോളനൈസേഷൻ. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദീസ് സ്ട്രഗിൾസ് വെർ വോൺ ഓൺലി ബൈ മീൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് വയലൻസ്. ഓക്കെ, സോ വയലൻസിലൂടെയും അക്രമത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയുമാണ് ഡീകോളനൈസേഷൻ യാഥാർത്ഥ്യമായത്. അത് തെറ്റാണ്. കാരണം ഇപ്പൊ ഇന്ത്യയുടെ കേസിലൊക്കെ ഇന്ത്യക്ക് സമാധാനപൂർണ്ണപരമായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നടന്ന പോലെ വലിയ രൂപത്തിലുള്ള വയലൻസുകളോ ഫോഴ്സുകളോ അട്ടിമറികളോ ഒന്നും നടന്നിട്ടില്ല. വളരെ സമാധാനപരമായിട്ടുള്ള സമരങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഭൂരിപക്ഷ രാജ്യങ്ങൾക്കും സമാധാനപരമായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് ഫോഴ്സ് ആൻഡ് വയലൻസ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഈ സ്ട്രഗിൾസ് വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ രണ്ട് തെറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് എ ഒഴിവാക്കാം, ഡി ഒഴിവാക്കാം. ഇനി 1 ഓൺലി ഉണ്ട്, 1 and 3 ഉണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? ഈ ആന്റി കൊളോണിയൽ സ്ട്രഗിളിൽ ഫസ്റ്റ് വിജയം കണ്ടത് ഏഷ്യൻ രാജ്യങ്ങളിലാണ്. ആദ്യം ഏഷ്യൻ രാജ്യങ്ങളിലും, അതായത് 1940-കളിലും 30-കളിലൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിലും, പിന്നീട് 50-കൾക്ക് ശേഷമാണ് ആഫ്രിക്കയിലൊക്കെ എന്ത് നടന്നത്? ഡീകോളനൈസേഷനൊക്കെ യാഥാർത്ഥ്യമായത്. അപ്പം ഈ കൊളോണിയൽ സമരങ്ങൾ ആദ്യം സക്സസ്ഫുൾ ആയത് ഏഷ്യയിലും, പിന്നീടാണ് ഇവിടെ വന്നത് ആഫ്രിക്കയിൽ വന്നത്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് തിരിച്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 2, 3 തെറ്റാണ്. സോ ഓപ്ഷൻ ബി 1 ഓൺലി ആണ് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത്.
അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO വാസ് established after the First World War to secure social justice. 2. The ILO was a part of Treaty Personalities of 1919. The ILO became the first special agency of UN in 1946. India is a founder member of the ILO. Choose the correct statement. 1 and 2 only, 4 only, 2, 3, 4 only, 1, 2, 3, 4. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സോ ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1919 ILO സ്ഥാപിച്ചത്. സോ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഒരു സാമൂഹിക നീതി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് 1919 ILO സ്ഥാപിച്ചത്. 1919 ഒന്നാം ലോകമഹായുദ്ധത്തിന് അവസാനം കുറിച്ച് ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വേഴ്സാലിറ്റീസ്. നമുക്ക് പുറകെ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ ട്രീറ്റി ഓഫ് വേഴ്സാലിറ്റീസിന്റെ ഭാഗമായിട്ടാണ് ILO സ്ഥാപിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1919 സ്ഥാപിച്ച ILO പിന്നീട് 1946 UN സ്പെഷ്യലൈസ്ഡ് ഏജൻസിയായി മാറി. സോ അങ്ങനെ UN ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസിയായി മാറിയത് ILO ആണ്. അതേപോലെ തന്നെ ഇന്ത്യ ILOയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി 1, 2, 3, 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ കോൺസിക്വൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? Subjugation of agricultural countries of the world, increased unautomated production, 3. Rise in per capita income. Select the correct answer using the codes given below. 1 and 3 only, 2 only, 2 and 3, 1, 2, 3. So വേൾഡ് ഹിസ്റ്ററിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ 1780 1830 ഇടയിലുള്ള ഏകദേശം ഒരു 50 വർഷ കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടമായിട്ട് പരിഗണിക്കുന്നത്. മീൻസ് 1700കളുടെ അവസാനം 1800കളുടെ ആരംഭ കാലഘട്ടം. ആ ഒരു കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. സോ വ്യാവസായിക വിപ്ലവം, വിച്ച് മീൻസ് ഫാക്ടറി പ്രൊഡക്ഷനിലേക്ക് മനുഷ്യൻ മാറി. അതിനു മുമ്പ് വരെ ഗിൽഡ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഒരേ ജോലി ചെയ്യുന്ന, ഇപ്പം മരം പണിക്കാരൊക്കെ വലിയ ആശാരിമാരൊക്കെ ഒരേ തൊഴിൽ ചെയ്തവരാണ്. അവരുടെയൊക്കെ സംഘടനകൾ, ആശാരിമാരുടെ സംഘടനകൾ അല്ലെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട തൊഴിൽ ചെയ്യുന്ന സംഘടനകൾ, ആ സംഘടനകൾക്ക് പറയുന്ന പേരാണ് ഗിൽഡുകൾ. അപ്പൊ അതുവരെയൊക്കെ യൂറോപ്പിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് ആദ്യം ഓരോ ആളുകൾക്ക് വേണ്ട സാധനം അവർ ഉത്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് അത് ഗിൽഡ് സിസ്റ്റത്തിലേക്ക് മാറി. ഗിൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരേ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം എന്ത് ചെയ്തു, ഒരു സംഘടന രൂപീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതാണ് ഗിൽഡ് സിസ്റ്റം. പിന്നീട് ഗിൽഡ് സിസ്റ്റം മാറിക്കൊണ്ടാണ് ഫാക്ടറി പ്രൊഡക്ഷനിലേക്ക് മാറിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് ഫാക്ടറി പ്രൊഡക്ഷൻ അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിക്കുന്നത്. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പ്രത്യേകത ഒന്നാമത്തെ കാര്യം സബ്ജുഗേഷൻ ഓഫ് അഗ്രികൾച്ചർ കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ്. അതായത് ലോകത്തുണ്ടായിരുന്ന അഗ്രേറിയൻ കൺട്രിയൊക്കെ പതുക്കെ വ്യവസായിക കൺട്രി ആയിട്ട് മാറി. സോ അഗ്രികൾച്ചറൽ കൺട്രീസിന്റെ സബ്ജുഗേഷൻ, ഓക്കെ, ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇൻക്രീസ് അൺഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ. ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഫാക്ടറി പ്രൊഡക്ഷനിലാണ്. ഈ ഫാക്ടറികളിൽ ഈ കാലഘട്ടങ്ങളിൽ ധാരാളം മെഷീനുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് മനുഷ്യ പ്രയത്നങ്ങളൊക്കെ കുറച്ചു കൊണ്ടിട്ട് മാക്സിമം മെഷീനുകളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി തുടങ്ങിയത് വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ ഈ കാലഘട്ടം നടക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ സ്പിന്നിങ് ജെന്നിയൊക്കെ പോലെയുള്ള ധാരാളം മെഷീനുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഈ മെഷീനുകളുടെ കണ്ടുപിടുത്തം ആക്ച്വലി ഓട്ടോമേഷൻ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് അൺഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ എന്നുള്ളത് തെറ്റാണ്. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻക്രീസ് ദ ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു എന്നാണ് വേണ്ടത്. ഇവിടെ അൺഓട്ടോമേറ്റഡ് ആയതുള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 1 ശരിയാണ്, 2 തെറ്റാണ്. 3 റൈസ് ഇൻ പെർ ക്യാപിറ്റൽ ഇൻകം. അതായത് അത്രയും കാലം കൃഷി ചെയ്തിരുന്ന ആളുകൾ പിന്നീട് ഫാക്ടറിയിലൊക്കെ പോയി പണിയെടുക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ വരുമാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. സോ 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 and 3 ഓൺലി. ഓക്കെ അല്ലേ? സോ വേൾഡ് ഹിസ്റ്ററിയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. മുന്നോട്ട് പോകാം. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Globalization is an ongoing process starting from the dawn of civilization. 2. Some scholars find origins of globalization in the expansion of imperialism in Asia and Africa by European powers. 3. Globalization came about the revolution in the transport and communication technologies during the 19th and 20th centuries. 4. The process of globalization was increasingly felt only in 1970s. Which of the statement given up by are correct? 1 and 2 only, 4 only, 2, 3, 4 only, 1, 2, 3 and 4. ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സോ വേൾഡ് ഹിസ്റ്ററിയിൽ സിലബസിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. സോ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
രാജ്യത്തിന്റെ ബൗണ്ടറിക്കപ്പുറത്തേക്കുള്ള സാധന സേവനങ്ങളുടെയും ആശയങ്ങളുടെയും ഒഴുക്കിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പം ഈ കാലഘട്ടത്തിലെ ഗ്ലോബലൈസേഷന്റെ എഫക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ലോകത്തിന്റെ ഏതൊരു മുക്കിലും മൂലയിലും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. ലോകത്തിന്റെ ഏതൊരു കോണിലുള്ള ആശയവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലോകത്തില് രാജ്യങ്ങളുടെ ബൗണ്ടറിക്ക് പുറത്തേക്കുള്ള സാധന സേവനങ്ങളുടെയും ആശയങ്ങളുടെയും ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്കിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഗ്ലോബലൈസേഷൻ ഈസ് എ ഓൺഗോയിങ് പ്രോസസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ. ഓക്കെ, അതായത് മനുഷ്യൻ എന്ന് ആരംഭിച്ചോ അല്ലെങ്കിൽ മനുഷ്യൻ നാഗരിക ജീവിതം ആരംഭിച്ചോ അന്ന് മുതലേ ഗ്ലോബലൈസേഷൻ ഉണ്ട്. ശരിയാണ്. അതും കാരണം എന്താ, അതിപൗരാണിക കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ എന്താക്കുന്നുണ്ട്, കൈമാറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കച്ചവടങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, രാജ്യങ്ങളുടെ പുറത്തേക്കുള്ള സാധന സേവനങ്ങൾ ഒഴുക്കാണ്. ഓക്കെ, അപ്പം മനുഷ്യജീവിതം ആരംഭിച്ചത് മുതൽ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ തന്നെ ചില ചരിത്രകാരന്മാർ, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ യൂറോപ്യൻ ശക്തികൾ കോളനികൾ കീഴടക്കാൻ വേണ്ടി കോളനി രാജ്യത്തേക്ക് വരുന്നുണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടുന്ന് കച്ചവടങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അതോടുകൂടിയാണ് അല്ലെങ്കിൽ എന്താക്കുന്നത്, ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇംപീരിയലിസം ആരംഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ശരി തന്നെയാണ്. ഓക്കെ, ചില ചരിത്രകാരന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. ചില ചരിത്രകാരന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സോ യൂറോപ്യൻ പവേഴ്സിന്റെ ആരംഭത്തോടു കൂടിയാണ് ഗ്ലോബലൈസേഷൻ ആരംഭിക്കുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതും ശരിയാണ്. ഓക്കെ, കാരണം എന്താ, ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 19-20 നൂറ്റാണ്ടുകളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് രണ്ട് മേഖല എന്നുള്ളത് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനാണ്. ട്രാൻസ്പോർട്ടിന്റെയും കമ്മ്യൂണിക്കേഷന്റെയും മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഗ്ലോബലൈസേഷനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാം സ്റ്റേറ്റ്മെന്റ്, ഈ ഗ്ലോബലൈസേഷന്റെ എഫക്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയത് 1970-കൾക്ക് ശേഷമാണ്. അതും ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി 1, 2, 3 and 4 ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഗ്ലോബലൈസേഷൻ എന്താണ്, അതിന്റെ എഫക്ട് എന്താണ്, അത് എങ്ങനത്തെ സമൂഹത്തെ ബാധിക്കുന്നു, അതിന്റെ ഹിസ്റ്ററി എല്ലാം അറിഞ്ഞിരിക്കണം. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ ഇംഗ്ലണ്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? Guild system promoted industrial evolution. Greater production of goods resulted in the end of factory system. 3. Manufacturing methods also changed the methods of agriculture. D. None of the above. Again, ഇൻഡസ്ട്രിയൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. സോ ഇൻഡസ്ട്രിയൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് താഴ്ന്നിരിക്കുന്നവയിൽ ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഗിൽഡ് സിസ്റ്റം ഇൻഡസ്ട്രിയൽ എവല്യൂഷനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം ഫാക്ടറി സിസ്റ്റമാണ് ഇൻഡസ്ട്രിയൽ എവല്യൂഷനെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2. ഗ്രേറ്റർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഓക്കെ, കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് ഇൻഡസ്ട്രിയൽ എവല്യൂഷന്റെ പ്രത്യേകതയാണ്. ബട്ട് ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ എൻഡ് ഓഫ് ഫാക്ടറി സിസ്റ്റം. അത് ഫാക്ടറി സിസ്റ്റം അവസാനിപ്പിക്കുകയല്ല മറിച്ച് ഫാക്ടറി സിസ്റ്റം ആരംഭിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മാനുഫാക്ചറിംഗ് മെത്തേഡ്സ് ഓൾസോ ചേഞ്ച് ദ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, അതായത് ധാരാളം കണ്ടുപിടുത്തങ്ങൾ വന്നു, അത് വ്യവസായ മേഖലയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സോ വ്യവസായ മേഖലയിൽ വന്ന ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കൃഷി മേഖലയും കാർഷിക മേഖലയും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം കാർഷിക മേഖലകളിലും മെക്കനൈസേഷൻ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇൻഡസ്ട്രിയൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കാർഷിക മേഖലയും വളരെയധികം സ്വാധീനിക്കുകയും അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു പൊളിറ്റിക്കൽ എക്കണോമിക് തിയറി ഓഫ് കമ്മ്യൂണിസം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? Marxist ideas of how to change the world was based on scientific analysis of society through history. B. No society can be a socialist before having gone through the stages of capitalism. C. Capitalism itself creates the conditions for the overthrow of the capitalist society. D. Karl Marx showed that the material base of life never determines the nature of the society. So, കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? സോ നമ്മുടെ സിലബസിൽ വളരെ പ്രത്യേകം കൊടുത്തൊരു ഭാഗമാണ് കമ്മ്യൂണിസം, സോഷ്യലിസം, ഗ്ലോബലൈസേഷൻ തുടങ്ങിയ ആശയങ്ങളും ആ ആശയങ്ങൾ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്നറിയണം എന്ന് പറയുന്നുണ്ട്. സിലബസിൽ നിന്ന് കമ്മ്യൂണിസം കാണാം. ഓക്കെ, സോ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ കാർൽ മാർക്സിന്റെ ആശയമാണ് കമ്മ്യൂണിസം. ഓക്കെ, ഈ കാർൽ മാർക്സ് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ പ്രധാനമായിട്ടും സമൂഹത്തിന്റെ എക്കണോമിക് പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ
തുലനം ചെയ്തുകൊണ്ടാണ്. അതായത് സമൂഹത്തെ അളക്കുക എക്കണോമിക് പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്, സാമ്പത്തിക മാനദണ്ഡങ്ങളെ കൊണ്ടാണ് സമൂഹത്തെ അളക്കുന്നതും അവർ ചരിത്രം എഴുതുന്നു. അവർ ചരിത്രത്തിൽ എഴുതുക സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ സോഷ്യൽ ഹിസ്റ്ററിക്കോ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല. അവർ എക്കണോമിക് ഹിസ്റ്ററിക്കാണ് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ചരിത്രത്തെയും സമൂഹത്തെയും വിലയിരുത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സമൂഹത്തില് ചരിത്രത്തിലെ സമൂഹങ്ങളുടെ ഒരു സയന്റിഫിക് സ്റ്റഡി കാർൽ മാർക്സ് നടത്തിയിട്ടുണ്ട്. ആ ഒരു സയന്റിഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്താക്കിയത്, മാർക്സിസ്റ്റ് ആശയങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, സോ ചരിത്രത്തിൽ സമൂഹത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ സമൂഹത്തെ വിലയിരുത്താനാണ് കാർൽ മാർക്സ് ശ്രമിച്ചത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ കാർൽ മാർക്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദം, ചരിത്രത്തില് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനം എപ്പോഴും ഉണ്ടാവും. അതായത് വർഗസമരം എല്ലാ സമൂഹത്തിലും ഉണ്ടാവും. അതായത് മനുഷ്യൻ ആദ്യ കാലഘട്ടം, മനുഷ്യന്റെ ഫസ്റ്റ് കാലഘട്ടം പ്രിമിറ്റീവ് സൊസൈറ്റിയാണ്. അത് ഈ മനുഷ്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്, പിന്നീട് ക്യാപിറ്റലിസ്റ്റിലേക്ക് എത്തുന്നുണ്ട്, പിന്നീട് സോഷ്യലിസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. ഈ സ്റ്റേജിലെല്ലാം മനുഷ്യൻ പരസ്പരം സംഘടനകൾ ഏർപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്യൂഡലിസ്റ്റിന്റെ കാലഘട്ടത്തിൽ ഭൂപ്രഭുക്കന്മാരും കുടിയാന്മാരും തമ്മിൽ എന്താക്കുന്നുണ്ട്, ഏറ്റുമുട്ടുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റിന്റെ കാലഘട്ടത്തിൽ ബൂർഷോസികളും അതേപോലെ തന്നെ ലേബേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള വർഗ സമരമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നതാണ് ഈ വർഗസമരത്തിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റിക് സൊസൈറ്റിയാണ്. വിച്ച് മീൻസ് മുതലാളി വർഗത്തെ തൊഴിലാളി വർഗം എന്താക്കും, കീഴടക്കുകയും അതിന് അത്യന്തിക വിജയം തൊഴിലാളി വർഗത്തിനാവുമെന്ന് ആര് വാദിച്ചു, കാർൽ മാർക്സ് വാദിച്ചിട്ടുണ്ട്. സോ ഈ സോഷ്യലിസ്റ്റിക് എറ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിക് ഏജ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം ക്യാപിറ്റലിസമാണ്. ഫ്യൂഡലിസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന കാലഘട്ടം ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസം കഴിഞ്ഞിട്ടാണ് പിന്നീട് സോഷ്യലിസം വരിക. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നോ സൊസൈറ്റി ക്യാൻ ബി സോഷ്യലിസ്റ്റ് ബിഫോർ ഹാവിംഗ് ഗോൺ ത്രൂ ദ സ്റ്റേജസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം കഴിഞ്ഞ് വന്നാൽ മാത്രമേ എന്താക്കുള്ളൂ, സോഷ്യലിസം ഉണ്ടാവുകയുള്ളൂ എന്നാണ് കാർൽ മാർക്സ് പറയുന്നത്. സോ ഒന്നും രണ്ടും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ ക്യാപിറ്റലിസത്തിന്റെ അവസാന കാലഘട്ടമായ സമയത്ത് തൊഴിലാളി വർഗം എന്ത് ചെയ്യും, ശക്തമായിട്ടുള്ള സമരത്തിലൂടെ മുതലാളി വർഗത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി വിഭാവനം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് ക്യാപിറ്റലിസം ഇറ്റ്സെൽഫ് ക്രിയേറ്റ്സ് എ കണ്ടീഷൻ ഫോർ ദ ഓവർത്രോ ഓഫ് ദ ക്യാപിറ്റൽ സൊസൈറ്റി. ഓക്കെ, ഒരു ക്യാപിറ്റൽ സൊസൈറ്റിയുടെ എൻഡ് അവസാനം കുറിക്കുന്നത് ക്യാപിറ്റലിസം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതും ശരിയാണ്. സോ 1, 2, 3 ശരിയാണ്. പക്ഷെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാർൽ മാർക്സ് ഷോഡ് ദാറ്റ് ദ മെറ്റീരിയൽ ബേസ് ഓഫ് ലൈഫ് നെവർ ഡിറ്റർമൈൻസ് നാച്ചർ ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ സ്വഭാവം ആ ഒരു സമൂഹത്തിന്റെ മെറ്റീരിയൽ ബേസിസ് ഉണ്ടാക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാമ്പത്തിക മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിലെ മെറ്റീരിയൽ ആയിട്ടുള്ള ബേസിസുകളോ ഒരു സമൂഹത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നില്ല എന്നാൽ അദ്ദേഹം പറയുന്നത്, മറിച്ച് നിർണ്ണയിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഒരു സമൂഹത്തിന്റെ മെറ്റീരിയൽ ബേസിസ് മീൻസ് സാമ്പത്തിക മാനദണ്ഡങ്ങളാണ് ആ ഒരു സമൂഹത്തിന്റെ നാച്ചുർ ഉണ്ടാക്കുന്നത്, ഡിറ്റർമിൻ. അതായത് ഒരു സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം തീരുമാനിക്കുന്നത് ആ ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക മാനദണ്ഡങ്ങളാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ബേസിസ് ആണ്. ഓക്കെ, ഇവിടെ ബേസിസ് അല്ല എന്നാണ് പറഞ്ഞതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? സോ കാർൽ മാർക്സിന്റെ ആശയങ്ങളൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പുറകെ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ മുന്നോട്ട് പോകാം. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു കോളനൈസേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? The ideology of imperialism encourages conquest and colonial domination. The colonialism produces dualistic society in which one sector is modern and capitalist, while another sector is traditional and pre-capitalist. See, in colonial India, agriculture had no capitalist element. D, none of them. Again, colonization എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓക്കെ, അപ്പൊ പക്ക സാധാരണ PSC ചോദിക്കാറുള്ള വിപ്ലവങ്ങളിലൊന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അതിനൊക്കെ കഴിഞ്ഞ വർഷം വളരെയധികം അവഗണിച്ചിട്ടുണ്ട്. ആ ഇരുന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. കൂടുതലും ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ, ഓക്കെ, ക്യാപിറ്റലിസം, ഓക്കെ, അതേപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ആ തുടങ്ങിയ ഫിലോസഫിക്കൽ പാർട്ടിൽ നിന്നാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അഗെയിൻ കോളനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്താ ആൻസർ വരുന്നത്? സോ നവനീത് പറയുന്ന ഓപ്ഷൻ സി ആണെന്നാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇമ്പീരിയലിസം അഥവാ കൊളോണിയലിസം അത് കോളനി രാജ്യത്തിന്റെ ഡൊമിനേഷനും കോൺക്വസ്റ്റും എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു. സോ ബ്രിട്ടീഷുകാർ ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രിയാണ്.
സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ കോൺക്വസ്റ്റും അതേപോലെ കൊളോണിയൽ ഡൊമിനേഷൻസും എൻകറേജ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു മേധാവിത്വം വേണം. സോ അത് എന്താക്കുന്നുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ ഐഡിയോളജി ഓഫ് ഇംപീരിയലിസം എൻകറേജസ് കോൺക്വസ്റ്റ് ആൻഡ് കൊളോണിയൽ ഡൊമിനേഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ കോളനികൾ നമുക്ക് രണ്ട് രാജ്യങ്ങളെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇവിടെ ബ്രിട്ടീഷുകാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അപ്പൊ ഒരു ഡ്യൂലിസ്റ്റിക് സൊസൈറ്റി ഒരു കോളനി രാജ്യത്ത് ഉണ്ടാകും. ഓക്കെ, അതിൽ ബ്രിട്ടീഷുകാരാണ്, ഒരു മോഡേൺ ആണ്, ക്യാപിറ്റലിസ്റ്റ് ആണ്. നേരെ മറിച്ച് ഇവരിൽ ഇന്ത്യക്കാരോ ഒരു ട്രഡീഷണൽ ആണ്, പ്രീ ക്യാപിറ്റലിസ്റ്റുമാണ്. ഓക്കെ, അപ്പൊ ഒരു കോളനി രാജ്യത്ത് നമുക്ക് രണ്ട് ടൈപ്പ് ആളുകളെ കാണാൻ പറ്റും. സോ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കൊളോണിയൽ രാജ്യക്കാരുണ്ടാവും, അതേപോലെ തന്നെ ട്രഡീഷണൽ ആൻഡ് പ്രീ ക്യാപിറ്റൽ ആയിട്ടുള്ള കോളനിയിലെ ജനതയുണ്ടാവും. അങ്ങനെ ഡ്യൂലിസ്റ്റിക് സൊസൈറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളനി രാജ്യത്ത് കാണാൻ പറ്റും. അതും ശരിയാണ്. ഒന്ന് രണ്ടും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ കൊളോണിയൽ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ ക്യാപിറ്റലിസ്റ്റ് എലമെന്റ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് വലിയ വലിയ പിന്നെ പ്ലാന്റേഷനുകൾ, ഓക്കെ, തേയില, കാപ്പി, റബ്ബർ ഒക്കെ തുടങ്ങിയ ധാരാളം പിന്നെ പ്ലാന്റേഷൻ ലേബറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ക്യാപിറ്റൽ വലിയ രൂപത്തിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ക്യാപിറ്റലിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കൃഷിയിലൊക്കെ പുതിയ പുതിയ സാധനങ്ങളെ കൊണ്ടുവന്നത്. ഈ പ്ലാന്റേഷനൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കാർഷിക മേഖലകളിൽ ക്യാപിറ്റലിസ്റ്റ് എലമെന്റ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അതും ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൃഷികളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇൻഡിഗോ പോലെയുള്ള ധാരാളം ക്രോപ്സുകൾ അവരിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ക്യാപിറ്റലിസ്റ്റിന് വേണ്ടിയുള്ള കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ത്യയിലെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ക്യാപിറ്റലിസ്റ്റ് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ സി തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു റെസൊല്യൂഷൻ ഓൺ പാർട്ടീഷൻ പ്ലാൻ ഓഫ് പാലസ്റ്റീൻ സ്റ്റേറ്റ് ഓഫ് 1947, which one of the following statement is correct? Palestine was under French mandate system after the First World War. B. The plan of partition was recommended by USA in 1947. C. After this resolution, a civil war broke out and the plan was not implemented. D. All the statements are correct. So പാലസ്തീൻ പാർട്ടീഷൻ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സോ ഇതൊരു കറന്റ് ടോപ്പിക് കൂടിയാണ് കേട്ടോ. ഇപ്പം കറന്റ് ഇപ്പൊ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ സംഘർഷം വളരെ രൂക്ഷമാണ്, ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ്. സോ കറന്റ് അഫയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി ലിങ്ക് ചെയ്ത് ചോദിക്കാം. ഓക്കെ, സോ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. വേൾഡ് ഹിസ്റ്ററിയിൽ എസ്പെഷ്യലി പോസ്റ്റ് വേൾഡ് വാർ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് നോക്കാം. 1947 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കാനൊക്കെ തീരുമാനമാവുന്നത്. അപ്പൊ അതിനു മുമ്പ് വരെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മുമ്പ് അവിടെ പലസ്തീനാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ പലസ്തീൻ മുമ്പ് ഇംഗ്ലീഷുകാരുടെ കീഴിലായിരുന്നു. ഇംഗ്ലീഷുകാർ കീഴടക്കി വെച്ചിരുന്ന ഇംഗ്ലീഷ് മാൻഡേറ്റ് സിസ്റ്റം നിലനിൽക്കുന്ന സ്ഥലമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ദ പാലസ്തീൻ വാസ് അണ്ടർ ഫ്രഞ്ച് മാൻഡേറ്റ് സിസ്റ്റം അല്ല, മറിച്ച് ഇംഗ്ലീഷ് മാൻഡേറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബിയും സിസ്റ്റാണ്. ഈ പിന്നീട് സംഘർഷം ഉണ്ടായ സമയത്ത് ജൂതരാഷ്ട്രം, ഇസ്ലാമിക് രാഷ്ട്രം എന്നിങ്ങനെ പലസ്തീൻ രണ്ടായി ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. സോ പ്ലാൻ ഓഫ് പാർട്ടീഷൻ തീരുമാനിച്ചു. സോ പ്ലാൻ ഓഫ് പാർട്ടീഷൻ റെക്കമെൻഡ് ചെയ്ത് US അല്ല, മറിച്ച് ആരാണ്, ബ്രിട്ടൻ ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. പക്ഷെ ബ്രിട്ടൻ കൊണ്ടുവന്ന പ്ലാൻ ഓഫ് പാർട്ടീഷൻ എഫക്റ്റീവായി നടപ്പിലായില്ല. ഈ സമയത്ത് പലസ്തീനിൽ ഒരു സിവിൽ വാർ ഉണ്ടായി, ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഏറ്റുമുട്ടി. സോ അതുകൊണ്ട് തന്നെ ഇന്നേ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പാർട്ടീഷൻ പ്ലാൻ എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇസ്രായേലാണ് അതിന് സമ്മതിക്കുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. സോ സിവിൽ വാർ 1947 സിവിൽ വാർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പാർട്ടീഷൻ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. സോ ദാറ്റ്സ് അബൌട്ട് വേൾഡ് ഹിസ്റ്ററി. അപ്പൊ ആൻഷ്യന്റ് ഹിസ്റ്ററി, മോഡേൺ കേരള ഹിസ്റ്ററി, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, 30 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി തന്നെ ചോദിച്ചു. ഓക്കെ, ഇനിയും ഹിസ്റ്ററി വരാനുണ്ട്, പുറകെ വരും. ഓക്കെ.